ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നല്ല മഴയൊക്കെ അല്ലേ, കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ചെറിയ ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പേപ്പർ ബോട്ടിൻ്റെ ഒരു സ്റ്റാറ്റസ് കണ്ടു. അപ്പോൾ പിന്നെ നമുക്കത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കളർ പേപ്പറൊക്കെ എടുത്ത് സിമ്പിളായതുകൊണ്ട് 3 പേപ്പർ ബോട്ട്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അത് വെള്ളത്തിൽ വിടാം. ബിക്കോസ് നല്ല മഴയില്ല, ഒരു യെല്ലോ അലർട്ടിൻ്റെ ഒരു മഴയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ കിടപ്പുണ്ട്. നല്ല ആഴമല്ല, നല്ലൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കളർ പേപ്പർ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാണ്. ഇതൊന്നും ആവശ്യമില്ല, എന്നാലും കളർ പേപ്പറാകുമ്പോൾ നമുക്കൊരു സുഖം, ഒരു രസം. അതുതന്നെ നമ്മൾ ബോട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ടൈം കിട്ടില്ല. അതും കൂടെ കടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. ബിക്കോസ് ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമല്ലേ പേപ്പർ ബോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ പുറത്ത് പോയിട്ടാണ് ഒഴിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ റൂമിലാണുള്ളത്. നമുക്കിനി പുറത്ത് പോയിട്ട് ഒഴുക്കി വിടാം. ഒഴുകത്തില്ല കേട്ടോ, ജസ്റ്റ് അതിൻ്റെ കിടന്നു 2 പിക്കും എടുത്ത് അവസാനിപ്പിക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് പോവാം. ഗൈസ്, ഞാനിത് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെക്കുകയാണ്. ഞാനിങ്ങനെ വെക്കാം ഗൈസ്. ഇതിൻ്റെ അടിയിലത്തെ ഈ സംഭവമില്ലേ, ഇത് ജസ്റ്റ് പിടിക്കാൻ ക്യാമറയും കൂടെ പിടിക്കുമ്പോൾ പറ്റത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതിൽ ഇങ്ങനെ വച്ചാൽ മാത്രം നമുക്ക് കൊണ്ട് കുറേ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പോവാം. നല്ല മഴയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് മഴയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. വലിയ വെള്ളമൊന്നുമില്ല ഗൈസ്. ഇവിടുത്തെ ഈ ഒരു വെള്ളമാണ് പറഞ്ഞത്. ഒരു സ്റ്റാറ്റസൊക്കെ ഇടാം, ഒരു പിക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു വെള്ളമാണ്. ഞാൻ കതക് തുറന്നിട്ടിട്ടുണ്ട് ഗൈസ്, ബിക്കോസ് നമുക്ക് ഇത്തിരി വെളിച്ചെങ്കിലും കിട്ടും. അതുകൊണ്ടാണ്. എനിക്ക് പേപ്പർ ബോട്ട്സൊക്കെ ഒന്ന് നിവർത്താം. ഇതിപ്പോൾ ചപ്പിയാണ് ഇരിക്കുന്നത്. അപ്പം നിവർത്തിയിട്ട് നമുക്ക് നോക്കാം. ക്യാമറ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. നിവർത്താൻ വേണ്ടി ക്യാമറ അല്ലെങ്കിൽ വീഴും. ജസ്റ്റ് ഒന്ന് നിവർത്തി വെക്കാമെന്ന് വിചാരിച്ചു. നിവർന്നിരിപ്പുണ്ട്. ഞാൻ എല്ലാം നിവർത്തിയിട്ട് വരാം കേട്ടോ. നമ്മൾ പേപ്പർ ബോട്ട് കിട്ടുന്നവരെല്ലാം ഇറക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ കളർ പേപ്പേഴ്സ് ആയതുകൊണ്ട് കുറച്ച് സമയം നിൽക്കുമെന്നാണ് എൻ്റെ ഒരു ഇത്. കണ്ടോ, അടിപൊളിയില്ലേ. എനിക്കിനി വീഡിയോ വ്ളോഗ് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട്. എനിക്ക് ഇറങ്ങാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ ദിവസം ഇറങ്ങുന്നു. ബിക്കോസ് ഇതൊക്കെ നേരെ നാക്കി നീല ബോട്ടിൻ്റെ സ്ഥിതി എനിക്കത്ര ശരിയാണ് തോന്നുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങൾ ചരിഞ്ഞിരിക്കുന്നുണ്ട്. നീല ബോട്ടെല്ലാം സെറ്റാക്കി അമ്മാതിരി വൈകി അടിപൊളിയിട്ടുണ്ട്. ഇവന്മാരെല്ലാം തൊഴിഞ്ഞ വെള്ളത്തിൽ അലിയുന്നതിനുണ്ട്. നമുക്ക് 2 ഫോട്ടോയും ഒക്കെ എടുക്കണം. ഒഴുകുന്നില്ല, പക്ഷേ ഉണ്ടോ, ഒഴുകുന്നില്ല. ഞാൻ ടോർച്ചൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇത്രയും ബുദ്ധിയില്ലാത്ത ഞാൻ എന്താ. ഇത് കൊള്ളാം ഗൈസ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അധികം വെള്ളമില്ലാത്തതുകൊണ്ട് ഇത് ഒഴുകത്തില്ല. നമുക്കിത് എടുത്ത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത് നല്ല മഴ വരുമ്പോൾ ഉപയോഗിക്കാം. നമുക്കിത് എടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ല, കാരണം നമുക്ക് ഒഴുക്കി വിടാൻ അത്ര ആഗ്രഹമില്ല. അതിൻ്റെ അടുത്ത് വലിയ മഴ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇത് എന്താ പറയുക, ഒഴുക്കി വിടാം. അപ്പോൾ നമുക്ക് ഇതിനങ്ങ് മറന്നേക്കാം. അപ്പോൾ ഇനി ഞാൻ ഇത് എടുത്ത്
അത് കുറച്ച് പിക്സൊക്കെ എടുത്തിട്ട് ഇത് മാറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെറിയ ചെറിയ വിശേഷങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.